കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ്സിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ലിമിറ്റിംഗ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ കുറച്ചുകൂടെ അതിൻ്റെ അഡ്വാൻസ്ഡ് ഫോമിലേക്ക് പോവുകയാണ് കണ്ടിന്യൂറ്റി. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ടോപ്പിക് തുടങ്ങുന്നത്. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയുക? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ അറ്റ് എ പോയിന്റിലാണ് പറയുന്നത്. ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂവും ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവും ഈക്വൽ ആകണം. എപ്പോഴാണോ ഒരു ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലുള്ള ലിമിറ്റിംഗ് വാല്യൂവും ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവും ഈക്വൽ ആകുന്നത്, അപ്പോഴായിരിക്കും ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആകുന്നത്. ഇനി ലിമിറ്റിംഗ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എടുക്കേണ്ട സന്ദർഭങ്ങളിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എപ്പോഴാണോ ഈക്വൽ ആകുന്നത് അപ്പോൾ മാത്രമേ ലിമിറ്റിംഗ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതല്ലെങ്കിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ആ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ചില സന്ദർഭങ്ങളിൽ രണ്ടായിട്ട് പറയേണ്ടി വരും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ രണ്ട് ലിമിറ്റിംഗ് വാല്യൂസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും അവ എഫ് ഓഫ് എക്ക് ഈക്വൽ ആകുകയും വേണം. ഇനി സപ്പോസ് ഒന്നുകിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ കാൽക്കുലേറ്റ് ചെയ്തു, ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്തു, പക്ഷേ അത് എഫ് ഓഫ് എക്ക് ഈക്വൽ അല്ലാതാവുക. അതല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ തന്നെ എക്സിസ്റ്റ് ചെയ്യാതെ വരിക, മീൻസ് ലെഫ്റ്റ് ലിമിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ആവുക. അങ്ങനെ വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി എ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയും. ഇനി ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫൈൻഡ് അല്ല എങ്കിലും ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ മേൽ പറഞ്ഞിരിക്കുന്ന ആ നോട്ട് നമ്പർ 2 പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയോ അതല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇല്ലാതെ വരികയോ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ ഉറപ്പായിട്ടും ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആകാനുള്ള എപ്പോഴാണ്, ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് അറിയേണ്ടത്. ഒരു ഇൻ്റർവെലിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ആ ഇൻ്റർവെലിനകത്തുള്ള ഓരോ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഫംഗ്ഷൻ ഒരു ഇൻ്റർവെലിനകത്ത് കണ്ടിന്യൂസ് എന്ന് പറയത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റിലെങ്കിലും ഡിസ്കണ്ടിന്യൂസ് ആയാൽ പറയും ആ ഇൻ്റർവെൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് എന്നേ പറയത്തുള്ളൂ. അവിടെ പോയിന്റിനെ സ്പെസിഫൈ ചെയ്ത് പറയാറുള്ളൂ. ഒരു ഇൻ്റർവെൽ കണ്ടിന്യൂസ് ആണോ ചോദിച്ചാൽ പറയും ആ ഇൻ്റർവെലിനകത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് ഇൻ ദാറ്റ് ഇൻ്റർവെൽ. അപ്പോൾ ഒരു ഇൻ്റർവെലിനകത്ത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ആ ഇൻ്റർവെലിനകത്തുള്ള എല്ലാ പോയിന്റുകളിലും ഫംഗ്ഷൻ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യ എക്സാമ്പിൾ നോക്കാം. ഒരു പോയിന്റിലുള്ള കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇൻ്റർവെലിലേക്ക് വരാം. ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ, continuity of f of x is equal to 3x plus 2 at x is equal to 1. അപ്പോൾ ഡയറക്ട്ലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ലിമിറ്റിംഗ് വാല്യൂ, കാരണം ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒന്നും വേണ്ട. വി ഹാവ് ഓൺലി വൺ ഡെഫിനിഷൻ ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 1 ഓഫ് 3x plus 2, ദാറ്റ് ഇസ് 3 into 1 plus 2 is equal to 5 ആയി. ഓക്കെ, ഈ എഫ് ഓഫ് 1 കിട്ടണമെങ്കിൽ ഡയറക്ട്ലി ആ ഫംഗ്ഷൻ്റെ വാല്യൂവിനകത്ത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുക. ദാറ്റ് ഇസ് 3 plus 2, that is equal to 5. Limiting value is different from value of the function. നമുക്കറിയാലോ, limiting value is only an approximate value. So the approximate value of the function as extending to 1 is 5 and the actual value of the function is 5. Anyway, both will be same. So limit extending to 1 f of x is equal to f of 1. Hence, f of x is continuous at x is equal to 1. എന്ത് ഫംഗ്ഷൻ വന്നാലും കണ്ടിന്യൂറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് നോക്കുന്നത് ഈ മെത്തേഡ് തന്നെയാണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കി, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ 2x സ്ക്വയർ മൈനസ് 1 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ, ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ. ഡയറക്ട്ലി വി ക്യാൻ കാൽക്കുലേറ്റ് ദ ലിമിറ്റിംഗ് വാല്യൂ. ദാറ്റ്സ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 3 ഓഫ് 2x സ്ക്വയർ മൈനസ് 1, ദാറ്റ് ഇസ് 2 into 3 square 9 ആയി, minus 1, that is 18 minus 1 17, and the actual value of the function is again 2 into our function of substitute here, 2 into 9 minus 1, that is 17. So limit extending to 3 f of x is equal to f of 3. Hence f of x is continuous at x is equal to 3. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിക്കണം. അവിടെ
അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഉള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. പക്ഷേ ഫംഗ്ഷൻ സിംഗിൾ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ല, ഇസ് എ മൾട്ടി ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഒന്നിലധികം ഡെഫിനിഷൻസ് ഉള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഏത് പോയിന്റിലാണോ ഈ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത് അത് ബ്രേക്കിംഗ് പോയിന്റ് ആണോ നോക്കണം. ബ്രേക്കിംഗ് പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 ഉള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. സോ എക്സ് ഇസ് 0 ഇസ് എ ബ്രേക്കിംഗ് പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 എഫ് ഓഫ് എക്സ് എഴുതിയിട്ട് നമ്മളവിടെ ലൈൻ അങ്ങ് വരച്ചിടും. കാരണം ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പോലെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ രണ്ട് ഡെഫിനിഷൻസ് ആയി പോകുന്നു. കാരണം എക്സ് ലെസ് ദാൻ 0ക്ക് ഡെഫിനിഷൻ 2x പ്ലസ് 1ഉം എക്സ് ഗ്രേറ്റർ ദാൻ 0ക്ക് ഡെഫിനിഷൻ 5x പ്ലസ് 1ഉം ആവാൻ നിൽക്കുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ ബോത്ത് ഡെഫിനിഷൻസ്. ലെഫ്റ്റ് ഡെഫിനിഷൻ എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കണം. LHL എന്ന് കൊടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. പക്ഷേ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 എന്ന് തന്നെ കൊടുക്കാം. പക്ഷെ അവിടെ കൊടുക്കുന്നത് 0ക്ക് താഴെയുള്ള ഡെഫിനിഷൻ ആയിരിക്കും. ദാറ്റ് ഇസ് 2x പ്ലസ് 1. വെൻ യു പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 ദ വാല്യൂ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി RHL എടുക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. പക്ഷേ അവിടെ എഫ് ഓഫ് എക്സിന് പകരം അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കാം. ഡെഫിനിഷൻ കൊടുക്കുന്നത് 0ക്ക് വലത് സൈഡുള്ള ഡെഫിനിഷൻ ആയിരിക്കണം. 0ക്കാളും വലിയ വാല്യൂസിന് ഡെഫിനിഷൻ ആയിരിക്കും. ദാറ്റ് ഇസ് 5x പ്ലസ് 1. സോ ബോത്ത് ദി വാല്യൂസ് ആർ ഈക്വൽ ടു 1 അല്ലേ. LHL ഈക്വൽ ടു RHL ഈക്വൽ ടു 1 ആയി. ഇനി വാട്ട് ഈസ് എഫ് ഓഫ് 0? ബൈ ദ ഗിവൺ കണ്ടീഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് 1. സോ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 0 ഈസ് 1. എല്ലാം ഈക്വൽ ആയില്ലേ. LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 0. ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എവിടെ വേണം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എടുക്കേണ്ടത് അത് ഡെഫിനിഷൻ നോക്കിയിട്ട് വേണം തീരുമാനിക്കേണ്ടത്. ആ പർട്ടിക്കുലർ പോയിന്റ് ലെഫ്റ്റിലും റൈറ്റിലും ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് വരുന്നെങ്കിൽ അവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ. സപ്പോസ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ലായിരുന്നെങ്കിൽ ആ പോയിന്റിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുമായിരുന്നു. അടുത്ത ഫംഗ്ഷൻ നോക്കാം. അതും ഒരു മൾട്ടി ഡിഫൈൻ ഫംഗ്ഷനാണ്. ഈ സ്റ്റാർട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. സോ 0 ഇസ് എ ബ്രേക്കിംഗ് പോയിന്റ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, അവിടെ രണ്ട് ഡെഫിനിഷൻസ് ആ കിടക്കുന്നത്. ഒന്ന് എക്സ് നോട്ട് ഈക്വൽ 0ക്ക്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റിന്റെ ആവശ്യമില്ല ഈവൻ ദോ ദാറ്റ് പോയിന്റ് ഇസ് എ ബ്രേക്കിംഗ് പോയിന്റ്. കാരണം 0ന്റെ ലെഫ്റ്റിലും റൈറ്റിലും നോട്ട് ഈക്വൽ 0 ഉള്ള വാല്യൂസാണ് വരിക. അവിടെ ഒറ്റ ഡെഫിനിഷൻ ഉള്ളൂ, ദാറ്റ് ഈസ് എക്സ് ക്യൂബ്. അതുകൊണ്ട് എക്സ് ലെസ് ദാൻ 0 ആയാലും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാലും നോട്ട് ഈക്വൽ 0 ആണ്. അപ്പോൾ അവിടെ ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ. സോ ഡയറക്റ്റ്ലി നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് 0 എക്സ് ക്യൂബ്. പുട്ട് ഡയറക്ട്ലി എക്സ് ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഇസ് 0. സോ ദാറ്റ് ഈസ് ലിമിറ്റിംഗ് വാല്യൂ. ആൻഡ് വാട്ട് ഈസ് എഫ് ഓഫ് 0 ഫ്രം ദ ഡെഫിനിഷൻ? ദാറ്റ് ഈസ് 1. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0യും ഈക്വൽ അല്ല. ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അത് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ആവശ്യമില്ലാതെ വന്നതിന് കാരണം 0ക്ക് ലെഫ്റ്റിലും റൈറ്റും ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ മോഡ് എക്സിന് നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് ആ വരിക. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഡെഫിനിഷൻ ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴും ഡെഫിനിഷൻ ഉണ്ട്. പിന്നെ എക്സ് ലെസ് ദാൻ 0 മോഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ആൻഡ് വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഡെഫിനിഷൻ ഈസ് എക്സ്. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റും വേണം റൈറ്റ് ലിമിറ്റും വേണം. കാരണം താഴെയും മോൾഡും വ്യത്യസ്തങ്ങളായ ഡെഫിനിഷൻസ് ആയിപ്പോയി. LHL ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് 0 എന്ന് തന്നെ കൊടുക്കാം, പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ഡെഫിനിഷൻ കൊടുക്കണം മൈനസ് എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 0. RHL ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് 0 എന്ന് തന്നെ കൊടുക്കാം, പക്ഷേ ഡെഫിനിഷൻ കൊടുക്കണം, ദാറ്റ് ഇസ് എക്സ്. കാരണം 0ക്ക് മുകളിലെ ഡെഫിനിഷൻ എക്സ് ആയതുകൊണ്ട് ദാറ്റ് ഓൾസോ ഈക്വൽ ടു 0. And what is f of 0? F of 0 is equal to 0 because when x is equal to 0 the definition of the function is x. അതിനകത്ത് എക്സിന് 0 കൊടുത്താൽ മതി. സോ 0 എന്നല്ലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് എഫ് ഓഫ് 0 0 ആയിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി അവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ 0 എന്നാണ് കിടക്കുന്നത്. എഫ് ഓഫ് 0 ഇസ് ഈക്വൽ 0 എന്നായിക്കോണം. ദാറ്റ് ഇസ് LHL ഇസ് ഈക്വൽ RHL ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0. ഹെൻസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ മോഡ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. എല്ലാ റിയൽ പോയിന്റ്സിനും കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്ന ചില ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാ റിയൽ പോയിന്റ്സിനും കണ്ടിന്യൂസ് ആയിരിക്കും. അതിലൊന്ന് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻസ്, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ മീൻസ് e raised to x, a raised to x. ഇതെല്ലാം എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ് ആർ 2 raised to x. ഓൾ ദീസ് ആർ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ്. ഇത് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും എല്ലാ റിയൽ പോയിന്റ്സിലും. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്ന ഫംഗ്ഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഇത് ബൈ ഹാർട്ട് ആയിരിക്കണേ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, സൈൻ എക്സ്, കോസ് എക്സ് ആൻഡ് മോഡൽ എക്സ് ആർ കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ. ഇനി ലോഗ് എക്സിനെ സംബന്ധിച്ചിടത്തോളം ലോഗ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. പോസിറ്റീവ് ആണ് എല്ലായിടത്തും.
ആ log x കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി റാഷണൽ ആൾജിബ്രൈക് ഫംഗ്ഷൻസ്. ഈ റാഷണൽ ആൾജിബ്രൈക് ഫംഗ്ഷൻ മീൻസ് പോളിനോമിയൽ ഫംഗ്ഷൻ ഡിവൈഡ് ബൈ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. കാരണം പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ ഒരു കോഷ്യന്റ് ആയ കാരണത്താൽ ഡിനോമിനേറ്റ് 0 ആകുന്ന പോയിന്റ്സിൽ അത് കണ്ടിന്യൂസ് ആകില്ല. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലായിടത്തും കണ്ടിന്യൂ. അതാണ് റാഷണൽ ആൾജിബ്രൈക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് at everywhere except the points at which the denominator becomes 0 എന്ന്. അപ്പോൾ ഡിനോമിനേറ്റ് 0 ആകുന്ന പോയിന്റ്സിനെ കളഞ്ഞാൽ ബാക്കിയുള്ള എല്ലായിടത്തും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ സം കണ്ടിന്യൂസ് ആയിരിക്കും, അവയുടെ ഡിഫറൻസ് കണ്ടിന്യൂസ് ആയിരിക്കും, അവയുടെ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും ഉറപ്പായിട്ടും. കാരണം ഇത് നമുക്ക് പ്രോബ്ലത്തിനകത്ത് വരും. കൂടാതെ ആ രണ്ട് ഫംഗ്ഷൻസിൻ്റെയും കോമ്പോസിഷൻ ഞാനിവിടെ കൂട്ടിട്ട അതുകൊണ്ട് നോക്കണം. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ സമ്മ്, ഡിഫറൻസ്, പ്രോഡക്റ്റ് പിന്നെ കോമ്പോസിഷൻ ആർ ഓൾസോ കണ്ടിന്യൂസ്. അതുപോലെ കോഷ്യന്റ് കണ്ടിന്യൂസ് ആയിരിക്കും, പക്ഷേ ഡിനോമിനേറ്റർ 0 ആകാത്ത സ്ഥലങ്ങളിൽ. അതാണ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ പറഞ്ഞിരിക്കുന്നു ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ ഫംഗ്ഷൻ എന്തെല്ലാം എക്സിന്റെ വാല്യൂസിന് ഡെഫിനിഷൻ ഉണ്ട് നോക്കണം. എക്സ് ലെസ് ദാൻ 2ന് ഡെഫിനിഷൻ ഉണ്ട്, മീൻസ് മൈനസ് ഇൻഫിനിറ്റിയുടെ ഡെഫിനിഷൻ ഉണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 2ന് ഡെഫിനിഷൻ ഉണ്ട്, മീൻസ് പ്ലസ് ഇൻഫിനിറ്റിയുടെ ഡെഫിനിഷൻ ഉണ്ട്. അപ്പം മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 2ലും ഡെഫിനിഷൻ ഉണ്ട്. മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റിയുടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി പറയുമ്പോൾ എല്ലാ റിയൽ പോയിന്റ്സിലും നോക്കണം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലായിടത്തും പരിശോധിക്കണം നമുക്ക്. എക്സ് ലെസ് ദാൻ 2ന് കണ്ടിന്യൂസ് ആയിരിക്കും, കാരണം എന്തേ പോളിനോമിയൽ ഫംഗ്ഷൻ. അങ്ങനെ എഴുതിയാൽ മതി, അവിടെ പ്രൂവ് ചെയ്യാനൊന്നും നിൽക്കണ്ട. എക്സ് ഗ്രേറ്റർ ദാൻ 2ന് കണ്ടിന്യൂസ് ആ, കാരണം അത് പോളിനോമിയൽ ഫംഗ്ഷൻ 2x-3. അപ്പോൾ ലെസ് ദാൻ 2നും ഗ്രേറ്റർ ദാൻ 2നും കണ്ടിന്യൂസ് ആയി. ഇനി ഒരൊറ്റ പോയിന്റ് അവശേഷിക്കുന്നുള്ളൂ, ദാറ്റ് ഈസ് 2. അപ്പോൾ 2ൽ കണ്ടിന്യൂസ് ആണ് നോക്കണം. 2ൽ കണ്ടിന്യൂസ് ആണ് നോക്കുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ഡിഫറെന്റ് ഡെഫിനിഷൻസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും വേണം, റൈറ്റ് ലിമിറ്റും വേണം. സോ ലെഫ്റ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 2 എന്ന് കൊടുക്കാം, പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ഡെഫിനിഷൻ മീൻസ് 2വിനേക്കാളും ചെറുതാകുമ്പോൾ ഡെഫിനിഷൻ 2x + 3 കൊടുത്തു, ദാറ്റ് ഈസ് 4 + 3 7. റൈറ്റ് ലിമിറ്റ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 2 പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എന്ന് തന്നെ കൊടുക്കാം. പക്ഷേ ഡെഫിനിഷൻ റൈറ്റ് സൈഡിൽ 2x-3. എക്സിന്റെ വാല്യൂ 2വിനേക്കാളും വലുതാകുമ്പോൾ റൈറ്റ് സൈഡ് ആണ്, ദാറ്റ് ഇസ് 2x-3. എക്സ് ഇസ് ഈക്വൽ 2 കൊടുത്താൽ 4 - 3, ദാറ്റ് ഇസ് 1. ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ. സോ LHL നോട്ട് ഈക്വൽ ടു RHL മീൻസ് the function is discontinuous at x is equal to, that is the only point of discontinuity for this function. Next question same. എല്ലാ പോയിന്റ്സും ചെക്ക് ചെയ്യണം കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്. രണ്ട് ഡെഫിനിഷൻസ്, എക്സ് ഗ്രേറ്റർ ദാൻ 1നും എക്സ് ലെസ് ദാൻ 1 ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 1ന് ഇത് എക്സ് പ്ലസ് 1 ആണ്, ബീങ് എ പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1. ലെസ് ദാൻ 1നും സെയിം ഡെഫിനിഷൻ തന്നെയാണ്, ബിക്കോസ് ഇറ്റ്സ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ ലെസ് ദാൻ 1നും ഗ്രേറ്റർ ദാൻ 1നും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. ഇനി നമുക്ക് അവശേഷിക്കുന്ന എക്സ് ഇസ് ഈക്വൽ ടു 1 മാത്രം. അവിടെ സെപ്പറേറ്റ് ചെയ്തേ പറ്റുള്ളൂ, ബിക്കോസ് ഇറ്റ്സ് എ ബ്രേക്കിംഗ് പോയിന്റ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേണ്ടി വരും. ബ്രേക്കിംഗ് പോയിന്റിൽ സെപ്പറേറ്റ് എപ്പോഴും ചെയ്യണം. സോ റൈറ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ 1 പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ഡൗൺ ഓഫ് എക്സ് പ്ലസ് 1 equal to 2, because x is equal to 1 കൊടുത്താൽ 2 ആയി. ലെഫ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് സൈഡിലെ ഡെഫിനിഷൻ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ലെഫ്റ്റ് സൈഡ് മീൻസ് താഴെ മുകളിലുള്ളതല്ല കേട്ടോ. എക്സിന്റെ വാല്യൂ 1നേക്കാളും ചെറുതും 1നേക്കാളും വലുതും എടുക്കുന്നത്. ലെഫ്റ്റ് സൈഡ് മീൻസ് 1നേക്കാളും ചെറുത്, റൈറ്റ് സൈഡ് മീൻസ് 1നേക്കാളും വലുത്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ഡൗൺ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1, ദാറ്റ് ഇസ് എ ലെഫ്റ്റ് ലിമിറ്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയി കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് നമുക്ക് പറയാം. ഇനി എഫ് ഓഫ് 0 വേണ്ടേ? എഫ് ഓഫ് 0 വരും, സോറി എഫ് ഓഫ് 1. എഫ് ഓഫ് 1 മീൻസ് അവിടെ ഡെഫിനിഷൻ എക്സ് പ്ലസ് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എക്സ് ഈക്വൽ ടു ഉണ്ടാകുമ്പോൾ. സോ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 + 1, ദാറ്റ് ഇസ് ഈക്വൽ ടു 2. എല്ലാം ഈക്വലായി, ദാറ്റ് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 മീൻസ് ഈ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. നോ പോയിന്റ് ഓഫ് discontinuity for this function. So this function is continuous at everywhere or for all values of x. രണ്ട് ഹോംവർക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ആദ്യത്തെ ഫംഗ്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് 1ന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കേ, അവിടെ 2 പോയിന്റ്സിലാണ് ബ്രേക്ക് വന്നിരിക്കുന്നത്, 1ഉം 3യും. 1ഉം 3യും ബ്രേക്ക് വന്നു എന്ന് വെച്ചുകൊണ്ട് അവിടെ ഡിസ്കണ്ടിന്യൂസ് ആണോ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ 1ഉം 3യും എന്ന 2 പോയിന്റുകളിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആവശ്യം വരും. ബാക്കി പോയിന്റുകളൊന്നും വേണ്ട, കാരണം ലെസ് ദാൻ 1ന് പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ്, ബിറ്റ്വീൻ 1 and 3 പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ്, ഗ്രേറ്റർ ദാൻ 3 ഇറ്റ് ഈസ് കണ്ടിന്യൂസ്.
അപ്പോൾ ഇനി ഒന്നിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേണം, ഈക്വൽ ആണെന്ന് നോക്കണം, എഫ് ഓഫ് 1 തുല്യമാണെന്ന് നോക്കണം. എഫ് ഓഫ് 1 മീൻസ് 4 ആണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, 4x അല്ലേ വന്നേക്കുന്നത്. അതുപോലെ 3യിലുള്ള ലെഫ്റ്റ് ലിമിറ്റ് വരുമ്പോൾ 3 ഇൻറ്റു 4 ദാറ്റ് ഈസ് 12. റൈറ്റ് ലിമിറ്റ് വരുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് 9 പ്ലസ് 3 അതും 12. അവിടെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആകാൻ സാധ്യതയുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് വേണം ചെയ്യേണ്ട, അല്ലാതെ ബ്രേക്കിംഗ് പോയിന്റ് വന്നു എന്ന് വെച്ചുകൊണ്ട് അവിടെ ഡിസ്കണ്ടിന്യൂസ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ല. ഒന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, റൈറ്റ്.